സാർ, ജീവിക്കാൻ വല്ലാതൊരു മോഹം തോന്നുന്നു. അതുകൊണ്ട് ചോദിക്കുക, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ചിത്രം എന്ന സിനിമയിലെ നായകൻ നിയമപാലകനോട് ചോദിച്ചപ്പോൾ കരയാത്ത പ്രേക്ഷകരില്ല. ഇതേ ചോദ്യമാണ് വന്യജീവി ആക്രമണത്തിൽ മരണം മുന്നിൽ കാണുന്നവർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോടും നിയമ സംവിധാനങ്ങളോടും വർഷങ്ങളായി ചോദിക്കുന്നത്. അവരിൽ പലരെയും വന്യജീവികൾ കൊന്നുകഴിഞ്ഞു. ആരും തിരിഞ്ഞു നോക്കിയില്ല. ഒടുവിലിതാ ജീവിക്കാൻ മോഹമുള്ള ഒരുപറ്റം മനുഷ്യർ ജനദ്രോഹ ബ്രിട്ടീഷ് സർക്കാരിനെതിരെ ഗാന്ധിജി പ്രഖ്യാപിച്ച നിയമലംഘന പ്രസ്ഥാനത്തെ ഓർമ്മിപ്പിക്കുന്നത് പോലെ അവസാന വഴി തെരഞ്ഞെടുത്തിരിക്കുന്നു. വന്യജീവി സംരക്ഷണ നിയമം ലംഘിച്ച് ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന എല്ലാ വന്യമൃഗങ്ങളെയും വെടിവെച്ച് കൊല്ലാൻ കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചു. ജനങ്ങൾക്ക് പുറത്തിറങ്ങാനാകുന്നില്ല. കൃഷി ഏതാണ്ട് അസാധ്യവും നഷ്ടവുമായി. കുട്ടികളെ സ്കൂളിൽ അയക്കാൻ പോലും ഭയം. ഇത് വൈകാരിക തീരുമാനമല്ലെന്നും ജനങ്ങൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനമെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. നിയമവിരുദ്ധത ഉണ്ടെങ്കിലും ജനതാൽപര്യം ഉയർത്തിപ്പിടിക്കുകയാണെന്നും പറഞ്ഞു. ജീവനോടെ ഇരിക്കാൻ മറ്റൊരു മാർഗവും ഇല്ലാതെയാകാം ചക്കിട്ടപ്പാറക്കാരുടെ തീരുമാനം. നിയമലംഘനമാണെങ്കിലും ആ നീക്കത്തിന് പിന്നിലെ നിസ്സഹായ അവസ്ഥ അധികാര കേന്ദ്രങ്ങൾ തിരിച്ചറിയണം. കൊന്നൊടുക്കുന്ന വന്യജീവികളാണോ, കൊല്ലപ്പെടാൻ ബാക്കിയുള്ള മനുഷ്യരാണോ ഭരണ നിയമ സംവിധാനങ്ങൾക്ക് വിലപ്പെട്ടത്? നിയമത്തിന്റെയും അധികാരികളുടെയും പിൻബലത്തിൽ കൊല്ലാൻ വന്യജീവികളും മരിക്കാതിരിക്കാൻ വനാതിർത്തികളിലെ മനുഷ്യരും നിലകൊണ്ടിരിക്കുന്നു. ജനങ്ങളിൽ നിന്നകലുന്ന സുഖലോലുപരും നഗരവാസികളുമായ അധികാരികൾ ചക്കിട്ടപ്പാറയെ ഒതുക്കുന്നത് നിയമത്തിന്റെ സംരക്ഷകരായി ചമഞ്ഞുകൊണ്ടായിരിക്കാം. അക്രമം അനുവദിക്കില്ലെന്നാവും അവരുടെ വാദം. ബ്രിട്ടീഷുകാരും അങ്ങനെയായിരുന്നു. പക്ഷെ അവരുടെ നിയമങ്ങൾ തന്നെ ജനങ്ങൾക്കെതിരെയുള്ള അക്രമമാണെന്ന് അവർ സമ്മതിച്ചതുമില്ല.